കളിക്കളം വീണ്ടും മരണക്കളമാകുന്നു. ഇത്തവണ മരണത്തിലേക്ക് കളിച്ചു കയറിയത് ബില്ലി വികാർ എന്ന 21-കാരനാണ്. ബ്രിട്ടീഷുകാരനായ ബില്ലി കളിച്ചു വളർന്നത് ആഴ്സണൽ അക്കാദമിയിലായിരുന്നു. ചിച്ചസ്റ്റർ സിറ്റിയുടെ സ്ട്രൈക്കറാണ്. ഇസ്മിയൻ ലീഗ് പ്രീമിയർ ഡിവിഷണൽ മാച്ച്. എതിരാളി വിൻഗേറ്റ് ആൻഡ് ഫിൻച്ച്ലി. കളിക്കിടെ പന്ത് വെള്ളവര കടക്കാതിരിക്കാൻ ഓടിയതാണ്. നിയന്ത്രണം വിട്ട് തൊട്ടടുത്ത കോൺക്രീറ്റ് മതിലിൽ തലയിടിച്ചു. ഉടനടി ബോധം മറഞ്ഞു. ആശുപത്രിയിലെത്തിച്ചു. തലച്ചോറിനായിരുന്നു പരുക്ക്. ബില്ലി കോമയിലേക്ക് നീങ്ങി. ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വ്യാഴാഴ്ച രാവിലെ മരിച്ചു. ഇതുപോലെ നിരവധി പേരാണ് ഫുട്ബോൾ കളിക്കിടെ മരിച്ചത്. 2000-ന് ശേഷം ഇങ്ങനെ മരിച്ച താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ജുയാൻ മാനുവൽ ഇസ്ക്യൂഡോ ഉറൂഗക്കാരനാണ്. കളിച്ചിരുന്ന പൊസിഷൻ സെന്റർ ബാക്ക് ആയിരുന്നു. സെറോ പെനാറോൾ തുടങ്ങി രാജ്യത്തെ മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച താരമാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 24-ന് കോപ്പ ലിബർട്ടഡോസ് ടൂർണമെന്റിൽ ബ്രസീലിയൻ ക്ലബ്ബായ സാവോ പോളോയുമായുള്ള മത്സരം. സഹകളിക്കാരനുമായി കൂട്ടിയിടിച്ച് നിലത്തു വീണു. പിന്നെ എഴുന്നേറ്റില്ല. കാർഡിയാക് അറസ്റ്റായിരുന്നു മരണകാരണം. റാഫേൽ ഡൊമീന ഘാനയുടെ ദേശീയ ടീമിൽ അംഗമായിരുന്നു. KF ഇഗ്നാഷ്യ എന്ന ക്ലബ്ബിലായിരുന്നു ഒടുവിൽ. ലെവന്റെ, റിയൽ സരഗോസ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചു. ഗോളടിക്കാൻ കേമനായിരുന്നു റാഫേൽ. 2023 നവംബർ 11 പാർട്ടിസാനി എന്ന ക്ലബ്ബുമായുള്ള മത്സരത്തിനിടെ കുഴഞ്ഞു വീണു. ഉടൻ മരണം സംഭവിച്ചു. മരണകാരണം കാർഡിയാക് അറസ്റ്റ്. നേരത്തെ തന്നെ റാഫേലിന്റെ ഹൃദയത്തിന് കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അവഗണിച്ചതാണ് മരണത്തിൽ കലാശിച്ചത്. പട്രിക് എക്കങ് കാമറൂണുകാരനാണ്. റൊമാനിയൻ ക്ലബ്ബായ ഡിനാമോ ബെച്ചറസ്റ്റിന്റെ മിഡ്ഫീൽഡറായിരുന്നു. 2016 മെയ് 6-ന് റൊമാനിയൻ ലീഗിനിടെ എതിർ ടീമിലെ കളിക്കാരനുമായി കൂട്ടിയിടിച്ചു. ബോധം മറഞ്ഞ പട്രിക്കിനെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു മരണകാരണം. മരിക്കുമ്പോൾ പ്രായം വെറും 26 വയസ്സ്. പിമാരിയോ മൊറോസിനി ഇറ്റലിയാണ് സ്വദേശം. 2012 ഏപ്രിൽ 14 സിരി ബി മാച്ചിൽ ലിവോണോ എന്ന ക്ലബിനു വേണ്ടി കളിക്കുകയായിരുന്നു. ഗ്രൗണ്ടിൽ കൂട്ടിയിടിച്ചു വീണു. പിന്നീട് എഴുന്നേറ്റില്ല. മരണകാരണം ഹാർട്ട് അറ്റാക്ക്. മറ്റ് ഗാഡ്ബി ബ്രിട്ടീഷുകാരനാണ്. ഹിംക്ലി യുണൈറ്റഡിന്റെ ഡിഫൻഡറാണ്. മിഡ്ഫീൽഡും നന്നായി വഴങ്ങും. 2006 സെപ്റ്റംബർ 9 കളിക്കിടെ സഹകളിക്കാരനുമായി കൂട്ടിയിടിച്ച് നിലത്തു വീണു. കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചു. സെർജിനോ ലൂയിസ് ബ്രസീലിൽ നിന്നുള്ള കളിക്കാരനാണ്. സാവോ സെയിന്റാനോ ക്ലബിലെ താരമായിരുന്നു. 2004 ഒക്ടോബർ 24 മത്സരത്തിനിടെ മരിച്ചു വീണു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു കാരണം. നിൽട്ടൺ പെരേര മെൻഡസ് സ്വദേശം ബ്രസീൽ. കസാക്കിസ്ഥാൻ ക്ലബ്ബായ ഷക്തർ കരഗൻഡിക്കു വേണ്ടി കളിച്ചിട്ടുണ്ട്. 2006 സെപ്റ്റംബർ 18 റഷ്യൻ ക്ലബ്ബായ FC ഷിനിക് യറോസ്ലാവിൽ കളിച്ചിരുന്ന കാലം. പരിശീലനത്തിനിടെ കൂട്ടിയിടിച്ചു വീണു. ആശുപത്രിയിലേക്കുള്ള വഴിയിൽ മരിച്ചു. മാർക്ക് വിവിയൻ സോ കാമറൂൺ ദേശീയ ടീമിലെ താരമായിരുന്നു. 2003 ജൂൺ 26-ന് കോൺഫെഡറേഷൻ കപ്പ് സെമി ഫൈനൽ മത്സരം. എതിരാളികൾ കൊളംബിയ. കളിക്കിടെ കൂട്ടിയിടിച്ച് കളത്തിൽ വീണു. കാർഡിയാക് അറസ്റ്റായിരുന്നു മരണകാരണം. ഫുട്ബോൾ ഗ്രൗണ്ടിൽ ജീവൻ പൊലിഞ്ഞ അനവധി കളിക്കാർ ഇനിയുമുണ്ട്. എല്ലാവരുടെയും പ്രായം 20-നും 30-നും ഇടയ്ക്ക്. മൈതാനത്തെ ആവേശത്തിനൊത്ത് ഒരുപാട് കാലം പന്തു തട്ടേണ്ടവരാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഏറ്റവും ഒടുവിൽ ബില്ലി വികാർ വരെ. സ്പോർട്സ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.